കായംകുളം താലൂക്ക് ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധം. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ മൊബൈൽ ഫോൺ ടോർച്ച് തെളിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. ആശുപത്രിക്ക് മുന്നിൽ മെഴുകുതിരി തെളിയിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം 1 മണിക്കൂറിലധികം വൈദ്യുതി തകരാറിലാവുകയും ജനറേറ്റർ പ്രവർത്തനരഹിതമാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ മൊബൈൽ ഫോണിലെ ടോർച്ച് തെളിച്ചാണ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ആശുപത്രിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നത് പതിവാണെന്നും അപ്പോഴെല്ലാം ടോർച്ചുകളെയോ മൊബൈൽ ഫോണിനെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും BJP കുറ്റപ്പെടുത്തി. BJP സംഘടിപ്പിച്ച പ്രതിഷേധം BJP മധ്യമേഖലാ പ്രസിഡന്റ് R. ഹരി ഉദ്ഘാടനം ചെയ്തു. നാടുകളായി പണിതിട്ടിരിക്കുന്ന ഈ ബിൽഡിംഗ് ആരുടെ എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങൾ തുറന്നു കൊടുക്കാത്തത്? ICU ഉദ്ഘാടകനെ കാത്തിരിക്കുകയാണോ? ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇത്രയും ശോചനീയമായ ഈ അവസ്ഥയിൽ നിന്ന് നല്ലൊരു ICU ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ അതിലേക്ക് എന്തുകൊണ്ടാണ് മാറ്റാത്തത്? അതുപോലെ തന്നെ എനിക്കറിയാൻ സാധിച്ചു, ആംബുലൻസ് ഉണ്ട് ആശുപത്രിയിൽ. ഈ ആംബുലൻസ് അവിടെ കിടക്കുകയാ. വിളിക്കുന്നതെല്ലാം പ്രൈവറ്റിൽ നിന്ന് വിളിക്കുന്നു. ഇതുപോലെ ഓരോ കാര്യങ്ങളിലും ഇത്രയും കെടുകാര്യസ്ഥതയിൽ അനുഭവിക്കുന്ന ഇവിടെ മണ്ഡലം പ്രസിഡന്റ് R. വിനോദ് അധ്യക്ഷത വഹിച്ചു. കറണ്ട് ഇല്ലാത്ത സമയത്ത് ഡോക്ടർമാർ പേഷ്യന്റിനെ പരിശോധിക്കുന്നത് മെഴുകുതിരി വെച്ച് കത്തിച്ചുകൊണ്ടുള്ള സാഹചര്യമാണ് കായംകുളം ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ടോർച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് പേഷ്യന്റ് പരിശോധിക്കുന്നത്. വെറും അഴിമതിയോട് കൂടിയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ സൂപ്രണ്ട് ഉൾപ്പെടെ ഉള്ളവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 4.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ICU കെട്ടിടം നിർമ്മിച്ച് അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് വർഷം ഒന്നായിട്ട് പോലും തുറന്നു കൊടുക്കാത്ത ആരോഗ്യവകുപ്പാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ BJP വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. പാലമുറ്റത്ത് വിജയകുമാർ, ബിജു അമ്പക്കാട്ട്, ബിപിൻ രാജ്, സുനിത രാജു, R. രാജേഷ്, K. പ്രസാദ്, സുരേഷ് കുമാർ, അഭിലാഷ്, സരസ്വതി, രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ മെഴുകുതിരി തെളിച്ചാണ് പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ പത്തിയൂർ സമരം ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ഹോസ്പിറ്റലുകളെ സഹായിക്കുവാൻ വേണ്ടി കായംകുളം താലൂക്ക് ഹോസ്പിറ്റലിനെ വികസനത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ആരോഗ്യ മേഖല തകർച്ചയുടെ വക്കിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ രക്തസാക്ഷിയായി നമ്മൾ കണ്ടതാണ്. ഈ ഗവൺമെന്റിന്റെ അനാസ്ഥയുടെ ഭാഗമായി, ഈ സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയുടെ ഭാഗമായി, ഈ സിസ്റ്റത്തിന്റെ അനാസ്ഥയുടെ ഭാഗമായി ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടത് ഈ സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് എന്ന് റിയാസ് മുണ്ടകത്തിൽ അധ്യക്ഷത വഹിച്ചു. അഫ്സൽ പ്ലാമൂട്ടിൽ, ആസിഫ് സെലക്ഷൻ, സജീദ് ഷാജഹാൻ, കൃഷ്ണ അനു, ഷാനവാസ്, അഫ്സൽ, സുജയ് കടയിൽ, ഇർഫാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.